പുതിയ വർഷത്തെ നമ്മുടെ മെസ്സേജിനായി നമ്മൾ ഉത്തമഗീതം 2:2 വായിക്കാം. ഉത്തമഗീതം 2:2 സ്തോത്രം. അതെ, ഉത്തമഗീതം 2:2. ആമേൻ. ഹല്ലേലൂയ. ഒന്നുകൂടി വായിച്ചത്, ഒന്നുകൂടി വായിച്ച്. എന്റെ പ്രിയ മുള്ളുകളിടയിൽ താമരയായി എന്റെ പ്രിയ ഇരിക്കുന്നു. എന്റെ പ്രിയ ഇരിക്കുന്നു. ഹല്ലേലൂയ. എവിടെ? എങ്ങനെ? മുള്ളുകളുടെ താമരയായി. ഗ്ലോറി. എത്ര മനോഹരമായ വാക്യമാണ് അല്ലേ? ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ മുള്ളുകളുടെയിൽ താമര, ലിലി എമംഗ് തോൺസ്. ലിലി എമംഗ് തോൺസ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അല്പസമയം കൂടി തിരുവചനം ധ്യാനിക്കട്ടെ. 2026 ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. മുള്ളുകളിടയിൽ താമരയായിട്ട് കുഞ്ഞങ്ങൾ മുതൽ കർത്താവേ, ഈ ബോസ്റ്റൺ സഭയിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ദൈവമക്കളും ഓരോരുത്തരും അല്ലെ അത് മുള്ളുകളുടെയിൽ താമരയായി ശോഭിക്കട്ടെ. അത് പുഷ്പമായി അനേകർ കാണുമ്പോൾ അതെ അല്ലെ അടിയങ്ങൾക്കറിയാം താമര വളരുന്നത് കർത്താവ് സ്തോത്രം അഴുക്കജലത്തിലും ഒക്കെയാണ്, ഞങ്ങൾക്കറിയാം. എന്നാൽ അവിടെ ഒരു താമര വളരുന്നുണ്ട്. താങ്ക് യു ജീസസ്. ഈ അന്ധകാരമായിരിക്കുന്ന ലോകത്തിൽ അല്ലെ കർത്താവ് താമര പോലെ അത് വളർന്നു, അത് മറ്റുള്ളവർക്ക് കാഴ്ച വസ്തുവായി, ഒരു ശോഭനമായി അല്ലെ കർത്താവ് ഒരു ചൂണ്ടുവരകയായി ഓരോ മക്കളെയും നീ നിർത്തണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേൾക്കുന്നവരും ഇത് റെക്കോർഡിൽ കേൾക്കാൻ പോകുന്നവരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. താഴ്ത്തിയേൽപ്പിക്കുന്നു. മഹത്വം തിരുമേനിക്ക് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് വേദഭാഗം അതെ ക്രിസ്തുവും സഭയും. അതാണ് ഉത്തമഗീതത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. നമ്മുടെ ആത്മപ്രിയനായ കർത്താവ് തനിക്കായി കാത്തിരിക്കുന്ന ആത്മപ്രിയയായ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമാവണ്ണം വർണ്ണിക്കുകയാണ്. സ്തോത്രം. അതെ, മുള്ളുകളുടെയിൽ താമര പോലെ കന്യകമാരുടെയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. ഓ ഹല്ലേലൂയ. സ്തോത്രം. അതെ, കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പം അവൻ പോയപ്പോൾ പോയതുപോലെ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം നൽകി. അതെ, യേശുവിൻ്റെ വീണ്ടും വരവ് കാത്തിരിക്കുന്നവരുടെ സമൂഹമാണ് പുതിയ നിയമസഭ. അതെ, സ്തോത്രം. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, ഇങ്ങനെ ക്രിസ്തുവും അപ്പോസ്തലന്മാരും ഉപദേശിച്ച സത്യങ്ങൾ അനുസരിച്ച് വേർപാട് ജീവിതം സൂക്ഷിച്ച് ദൈവിക രോഗശാന്തിയിലുള്ള വിശ്വാസത്തോടുകൂടി വിവിധ കഷ്ടങ്ങളിൽ കൂടി ജയാളികളായി നമ്മളെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ കർത്താവിൻ്റെ രഹസ്യവരവിൽ അവനോടുകൂടെ എടുത്തുകൊള്ളപ്പെടും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ അവൻ്റെ വരവിനായി നോക്കിപ്പാർക്കുന്ന സഭയും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണം. കർത്താവേ, കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണല്ലോ നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത്. ആണല്ലോ? ആണ്. അപ്പം നമ്മളും കുറച്ചൊക്കെ കഷ്ടം അനുഭവിക്കേണ്ടി വരും ദൈവമക്കളെ. ആണ്. അതെ അതെ, സ്തോത്രം. വിശുദ്ധന്മാർ അതെ മുള്ളുകളിടയിൽ താമര എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ചുറ്റും മുള്ളൊക്കെ ഉണ്ടെന്നേ ഉണ്ട്. പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. മുള്ളുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനിടയിൽ നമ്മൾ താമരയായിരിക്കണം അല്ലേ? സ്തോത്രം. അതെ അതെ, സ്തോത്രം. അതെ, വിശുദ്ധന്മാർ ഭൂമിയിൽ മുള്ളുകളിടയിൽ അതെ പുഷ്പം പോലെ ആയിരിക്കണം. സ്തോത്രം. നമ്മൾ ഒരു ദൈവവൈദ്യൻ്റെ വിശുദ്ധി അനേക പാപികളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും അല്ലേ? ക്രിസ്തുവിലേക്ക് അനേകർ കടന്നു വരുന്നത് എങ്ങനെ? നമ്മുടെ വിശുദ്ധി അനേക പാപികളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. അല്ല, ദൈവമക്കൾക്ക് ഞാൻ മൊത്തമായിരുന്നു ഞാൻ വന്നപ്പം പണ്ടത്തെ ബന്ധുക്കൂസുകാരെ കണ്ട് അവരുടെ വിശുദ്ധ ജീവിതം കണ്ടാണല്ലോ ഞാൻ ഈ മൊത്തമാ സഭ വിട്ടത് അല്ലേ? ആണ്, ഒരു കാരണമാണ്. ആണ്. അതെ ദൈവമക്കൾ
ആണ്. അപ്പം അതാ പറഞ്ഞത്, ഒരു ദൈവത്തിന്റെ വിശുദ്ധി അനേക പാപികളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. ഗ്ലോറി. നമ്മൾ ആ കാര്യത്തിൽ സൂക്ഷിക്കേണ്ട വിഷയങ്ങളാണ്. അതെ, അന്ന് ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്, സൂസൻ സ്റ്റാൻഡേർഡ്, ഇങ്ങനെയൊക്കെ പല ദൈവമക്കൾ ലൈനിലുണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നതിൽ അതിനൊക്കെ ചില കാരണങ്ങളുണ്ട് ഉണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ റീസൺസ് ഉണ്ട്. അപ്പോൾ തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പം ഒരു ദൈവവൈതനെ മൃദുലമായ പുഷ്പത്തോടു തന്നെയല്ല, കാഠിന്യമുള്ള കല്ലിനോടും ഉപമിച്ചിട്ട് കാണുന്നുണ്ട്. യെശയ്യാവ് 28:16 എന്ന് വായിച്ച സാറി. യെശയ്യാവ് 28:16 എന്ന് വായിച്ചു. 28:16. കർത്താവിപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സീയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോവുകയില്ല. കണ്ടോ? സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ല്. നാം ക്രിസ്തുവിൻ്റെ മൂലക്കല്ലാവുന്ന കല്ലിലാണ് നമ്മളെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെയാണ്? ഉറപ്പുള്ളവരാണോ സൂസനെ? അതെ, അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലാണ്. മനസ്സിലാക്കാം. കല്ലും വിലയേറിയ മൂലക്കല്ല് ആയി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവർ ഓടിപ്പോകത്തില്ല. അപ്പൊ ഈ വചനങ്ങൾ ഏറ്റെടുക്കുന്നവരും വിശ്വസിക്കുന്നവരും ഇച്ചിരി കട്ടിയായ ഉപദേശമാണ്. കുഞ്ഞുങ്ങൾ പറഞ്ഞ മാതിരി ഓടിപ്പോകത്തില്ല, മറ്റുള്ളവർ ഓടിപ്പോകും. ഓടിപ്പോകത്തില്ല, മറ്റുള്ളവർ ഓടിപ്പോകും. നമ്മൾ ഇതൊന്ന് വായിച്ച് റെവലേഷൻ 14:1 വായിച്ച്. റെവലേഷൻ 14:1 റെവലേഷൻ 14:1 റെവലേഷൻ 14:1. കുഞ്ഞാട് അവരോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അപ്പൊ സിയോനിൽ നിൽക്കുന്നവർ, യെസ്, താങ്ക് യു സൂസന. സിയോനിൽ നിൽക്കുന്നവര് അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ നമ്പരൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു വ്യാഴാഴ്ച ദിവസം കുഞ്ഞുങ്ങളിലൊക്കെ അറിയാം, നമ്മൾ 1 മുതൽ 144,000 വരെ നമ്പർ നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ പഠിച്ചായിരുന്നു. ഈ നമ്പറിനൊക്കെ പ്രാധാന്യമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഉണ്ട്. അനേകം മർമ്മങ്ങൾ ഇതിൽ കിടപ്പുണ്ട് ദൈവമക്കളെ, ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ പഠിച്ചെടുത്താലേ ഇത് മനസ്സിലാവുള്ളൂ. എല്ലാവരും ഒന്നും സിയോനിലൊന്നും എത്തത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പോട്ടെ, ഞാനതിലോട്ട് പോകുന്നില്ല. ഇത് വചനത്തിൽ ക്ലിയറായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ദൈവമക്കളെ. കാര്യം നിക്കോദീമോസിനോട് കർത്താവായ യേശു പറഞ്ഞത്, വീണ്ടും ജന്മം പ്രാപിക്കുന്നെങ്കിൽ സ്വർഗ്ഗരാജ്യം കാണാൻ കഴിയും. അതെ, വീണ്ടും ജന്മം പ്രാപിക്കണമെന്നുള്ളതാണ്. വീണ്ടും ജന്മം, അഭിഷേകം പ്രാപിച്ചിട്ട് അങ്ങനെ ഓരോരോ കാറ്റഗറി കിടപ്പുണ്ട്. പോട്ടെ, ഞാൻ അതിലൂടെയൊന്നും പോകുന്നില്ല. സ്തോത്രം. അപ്പോൾ ഇതിലൊക്കെ ഓരോ അനേകം മർമ്മങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ ഈ സ്തോത്രം, അതെ, മൃദുലമായ ഒരു ദൈവവൈതൻ മൃദുലമായ പുഷ്പത്തോട് തന്നെയല്ല, കാഠിന്യമുള്ള കല്ലിനോടും നമ്മളിപ്പോൾ വായിച്ചു. യെശയ്യാവ് 28:16 വായിച്ചു. അതായത് ദൈവമക്കൾ പാപത്തോട് എതിർക്കുന്നതിൽ കല്ലുപോലെ കടുപ്പമുള്ളവരായിരിക്കണം ആണ്. മനസ്സിലായോ? പാപത്തോട് എതിർക്കുന്നതിൽ കല്ലുപോലെ കടുപ്പം നമുക്കുണ്ടോ? ദീർഘവർഷങ്ങൾ വെള്ളത്തിൽ കിടന്നാലും അറിയാമല്ലോ, അത് പൊട്ടിച്ചു നോക്കിയാൽ വെള്ളത്തിൻ്റെ അംശം അതിൽ കാണത്തില്ല. ഈ കല്ലിൽ അറിയാമല്ലോ, ഈ കല്ലിനകത്ത് എത്ര വർഷം വെള്ളത്തിൽ കിടന്നാലും ആ കല്ലിനകത്ത് വെള്ളം കയറത്തില്ല. ഇതുപോലെ നമ്മുടെ ശരീരമാകുന്ന നമ്മുടെ ശരീരത്തിൽ വിശുദ്ധിയിൽ അലങ്കാരത്തിൽ നാം സൂക്ഷിക്കുമ്പോൾ ഒരു മാലിന്യവും ഒരു വെള്ളവും കിടക്കത്തില്ല. പൊട്ടിച്ചു നോക്കിയാൽ അല്ലേ, വെള്ളത്തിൻ്റെ അംശം കാണത്തില്ല. ഇതുപോലെ പാപത്തോട് എതിർത്ത് നിന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കണം. അല്ലേ? സ്തോത്രം. ലോകത്തിനും പാപത്തിനും പിശാചിനും വഴങ്ങി
വഴങ്ങി കൊടുത്തിട്ട് സ്തോത്രം അതിനെ കൊടുത്തിട്ട് പിന്നെ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ പണിയാൻ പറ്റുമോ? അത് ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇല്ല. സ്തോത്രം. അപ്പം നമ്മൾ പിശാചിനെ ഒട്ടും വഴങ്ങി കൊടുക്കരുത്. ക്രിസ്തു ശോധനകളിൽ കൂടി വിലയേറിയ കല്ലും സഭയുടെ മൂലക്കല്ലുമായി തീർന്നിരിക്കാൻ അതിനോട് ചേർത്ത് പണിയുന്നു. എഫേസ്യർ 2:20 വായിക്കും. സോറി, എഫേസ്യർ 2:20. എഫേസ്യർ 2:20. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആ അടിസ്ഥാനത്തിന്മേലെ പണിഞ്ഞിരിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും. ദൈവങ്ങൾ ഈ 2026 അത് ഏറ്റെടുക്കണം. നമ്മളെ അങ്ങനെ പണിഞ്ഞേക്കുന്നത്. നമ്മളെ ഈ നാം ആകുന്ന ഈ കല്ല് ആ അടിസ്ഥാനത്തിന്മേൽ പണിയാൻ കൊല്ലത്തില്ലെങ്കിൽ നമ്മളെ എടുത്ത് എറിയത്തില്ലേ, വെക്കത്തില്ലല്ലോ അവിടെ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇത് തമാശ കളിയല്ല, തമാശയല്ല, ഓർത്തിരിക്കണം. സോ ടേക്ക് ഇറ്റ് സീരിയസ്ലി. സ്തോത്രം. അല്ല, എന്നെ കൂടി കർത്താവേ ആ കല്ലിന്മേൽ പണിയുവാൻ തൊക്കണം. എന്നെ ഞാനിതാ സമർപ്പിക്കുന്നു. 2026 വർഷത്തിൽ നമ്മളുടെ നിങ്ങളുടെ അടുത്ത സഭയിൽ പോകുമ്പോൾ സാക്ഷ്യം പറ. ഈ കല്ലിന്മേൽ ഞാനാകുന്ന കല്ല്, ക്രിസ്തു ആകുന്ന മൂലക്കല്ലിന്മേൽ പണിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുക. കർത്താവ് എന്നെ കൂടെ അവിടെ വെക്കണേ, എന്നെ കൂടെ അവിടെ വെക്കണേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. സ്തോത്രം. അപ്പം സ്തോത്രം, ജീവനുള്ള കല്ലുകളായി നാം ഓരോരുത്തരും ശോധന കഴിക്കാൻ. ഈ 21 വാക്യം വായിച്ച സൗരി, ഈ എഫേസ്യർ ഇത് തന്നെ 2:21. ഒച്ചത്തിൽ വായിക്കും സൗരി. സൗരി വായിച്ച സന്തോഷം. ഒച്ചത്തിൽ വായിക്കണം, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കേൾക്കത്തില്ല. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങൾക്കും ദൈവത്തിന്റെ നിവാസമാകണമെന്ന് കർത്താവിനാൽ ഒന്നിച്ച് പണിതിരിക്കുന്നു. കണ്ടോ, അവൻ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കണ്ടോ, ആ കല്ല് അവിടെ കൊണ്ടുപോകാൻ നമ്മൾ വളരുന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ ക്രിസ്തു ആവുന്ന മൂലക്കല്ലിന്മേൽ ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ കൂടെ നമുക്ക് വളരാം. സ്തോത്രം. അതിൽ കൂടെ നമുക്ക് വളരാം. സ്തോത്രം. അതെ. അപ്പം ജീവനുള്ള കല്ലുകളായി നാം ഓരോരുത്തരും ശോധനകളിൽ കൂടി കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. സ്തോത്രം. എതിർപ്പും പ്രതികൂലവും ഒക്കെ നമുക്ക് നേരിടാം അല്ലേ? എതിർപ്പും പ്രതികൂലവും ഏത് പ്രതിസന്ധി വന്നാലും തീരുമാനത്തിൽ പ്രതിഷ്ഠയിൽ നിലനിൽക്കണം. നമ്മളെ കൊണ്ട് പറ്റുമോ? പ്രതിഷ്ഠയിൽ നിലനിൽക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കാലങ്ങളിൽ പണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം പണ്ടിപ്പം യൂട്യൂബും സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് വന്നതുകൊണ്ട് നമ്മൾ കൈവെള്ളയിൽ കിടപ്പുണ്ട്. തുറന്ന് നോക്കുമ്പോൾ തന്നെ ഒരുപാട് പണ്ട് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട്. എനിക്കും പലരും ഓരോ മെസ്സേജ് അയക്കാറുണ്ട്. ചിലത് ഞാൻ കേൾക്കാറേ ഇല്ല. കാര്യം ടൈറ്റിൽ കാണുമ്പോഴറിയാം പല രീതിയിലുള്ളതൊക്കെ ഉണ്ട്. കേൾക്കത്തില്ല. കാര്യം എന്തിനാണ് കേൾക്കുന്നത്? നമുക്ക് നല്ല നല്ല മെസ്സേജുകൾ ബോസ്റ്റൺ സഭയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഉണ്ടല്ലോ, കേൾക്കേണ്ടതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞ് പരത്തുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ പറഞ്ഞത് സ്തോത്രം, നമ്മുടെ പ്രതിഷ്ഠാ ജീവിതം നമ്മൾ ശോധന ചെയ്യുമ്പം നമ്മളെങ്ങനെ ഇരിക്കുന്നു. പല മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ സ്തോത്രം വേറെ രീതിയിലോട്ടായിപ്പോയി കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണ്, അത് അപകടമായിട്ട്. അതൊന്നും കേൾക്കാതിരിക്കുന്നത് നല്ലത്. എൻ്റെ അഭിപ്രായം പറയണം. എൻ്റെ അഭിപ്രായം ഞാൻ എക്സ്പീരിയൻസ് കൊള്ളുന്നത് നിങ്ങളുടെ കാര്യമില്ല. ഞാൻ പൊതുവെ അല്ല അതിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്, അങ്ങനെ പ്രസംഗിക്കുന്നവരുടെ നിങ്ങൾ കേൾക്കരുതെന്ന് പൗലോസ്. താങ്ക് യു കുഞ്ഞുങ്ങളെ. അതെ കുഞ്ഞുങ്ങൾ, താങ്ക് യു. യെസ്. അല്ല, നമ്മൾ ആരോടും വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ ആരാണോ സാക്ഷ്യം പറഞ്ഞതിലെ സംഘടന വ്യത്യാസങ്ങളൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമുക്കതൊന്നും വിഷയമല്ല. ദൈവവചനം വിട്ടുപോകുന്നതിന് നിങ്ങൾ കൈയടിക്കരുത്. അതുകൊണ്ട് കേൾക്കുന്നത് തന്നെയല്ല,
എന്നെ എന്നെ നമുക്കറിയത്തില്ല വീടാണോ എന്നുവെച്ചാൽ ഒരു തെറ്റായ ഉപദേശം ആരെങ്കിലും പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് കൈയടിക്കരുത്. കൈയടിച്ചു കഴിഞ്ഞാൽ അത് നമുക്കും ദോഷമായിട്ട് പരിണമിക്കുന്ന ഓർമ്മയില്ല. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഹൃദയം ദൈവം പാകെ എങ്ങനെ വേണം? പുഷ്പദളങ്ങൾ പോലെ മൃദുലമായിരിക്കണം. പാപിയുടെ ഹൃദയം പാറ പോലെ കടുപ്പമുള്ളതാണ്. മനസ്സിലായോ? ഏത് സ്തോത്രം. ദൈവം കല്ലുപോലെ ഉള്ള ഹൃദയത്തെ മാറ്റി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞതല്ല, ഇതൊന്ന് വായിക്കാം. യെഹെസ്കേൽ 36:26 എന്ന് വായിക്കാം. 36:26 എന്ന് വായിക്കാം. അത് തന്നെ 36:26 എന്ന് വായിക്കാം. 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പം അങ്ങനെയുള്ള മൃദുവായ ഹൃദയത്തിൽ മാത്രമേ ദൈവവചനത്തിൻ്റെ പ്രവൃത്തി നടക്കുകയുള്ളൂ. മനസ്സിലായ? സ്തോത്രം. അപ്പം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ തകർന്നും അതൊന്ന് വായിക്കാം. സങ്കീർത്തനം 51:17 വായിക്കാം. 51:17. സങ്കീർത്തനം 51:17. നോക്കുന്ന നല്ല ഓർമ്മയുണ്ടല്ലോ. വായിക്കും. ദൈവത്തിന്റെ നന്മയാൽ താഴ്ന്നിരിക്കുന്ന മനസ്സ് തകർന്നു മുറുകിയിരിക്കുന്ന ഹൃദയത്തെ ഓ ഗ്ലോറി, ഹല്ലേലൂയ. ആഹാരമില്ലാത്തത് കൊണ്ടുള്ള തകർച്ചയല്ല, ലാസ് വേഗസിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള തകർച്ചയല്ല. അതായത് സ്തോത്രം. ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ ആഹാരം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മൾ കഴിക്കാത്ത കുഴപ്പമേ ഉള്ളൂ, നമുക്കറിയാം. പക്ഷെ എന്തിനാ തകർച്ച? നമുക്ക് നീതിയുടെ വചനം കേട്ടിട്ട് നമ്മുടെ 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 വചനപ്രകാരം നമ്മുടെ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ ആ ഒരു തകർച്ച ഉണ്ടായിരുന്നു. ദാവീദ് പാപം ചെയ്തപ്പോൾ തനിക്ക് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ, പുതിയ വർഷം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കൊരു പുതിയ തീരുമാനത്തിലേക്ക് വരാം. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ പറയുന്നത്, നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ മാറിപ്പോയെന്നല്ല അർത്ഥത്തിലല്ല പറയുന്നത്. ഒരു പുതിയ ഒരു വിഷൻ, ഒരു പുതിയ തീരുമാനം, ഒരു പുതിയ ഒരു സമർപ്പണം നമുക്ക് ഏറ്റെടുക്കാം. സ്തോത്രം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ സ്തോത്രം, നമ്മൾ വായിച്ചല്ലോ, നമ്മൾ പഠിച്ചല്ലോ, നമ്മളെ അതിന് മരണം അല്ലേ? സ്തോത്രം. നമ്മൾ ടൈറ്റിൽ വായിച്ചല്ലോ, നിങ്ങൾ മരിക്കുമ്പോൾ ഹൗ ഈസ് യുവർ എൻഡ്. അതാണല്ലോ നമ്മൾ സങ്കീർത്തനത്തിൽ കൂടി നമ്മൾ ധ്യാനിച്ചത്, 23 സങ്കീർത്തനത്തിൽ കൂടി. സ്തോത്രം. അപ്പം ദൈവവചനം കേൾക്കുമ്പം നമുക്കറിയാം ഹൃദയത്തിൽ കുത്തുകൊള്ളും, ഫലം കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ അപ്പോസ്തലർ 2:37 വായിച്ച സോരി, 2:37. അപ്പോസ്തലർ 2:37. വേഗം. അപ്പൊ കുത്തുകൊള്ളണം. സൂസന് കുത്തുകൊള്ളണം, എനിക്ക് കുത്തുണ്ടാകണം. ദൈവനെ കേൾക്കുമ്പോൾ സോഫ്റ്റ് പ്രസംഗമല്ല, കുത്തുകൊള്ളണം. ഇപ്പൊ കുഞ്ഞുങ്ങൾ പറഞ്ഞു കുത്തുകൊള്ളണം. അല്ലല്ലോ. ഞാൻ ഈ മെസ്സേജ് മുൻകൂട്ടി പറയാണ്. ഇപ്പം 12:28 12:45 ആകുമ്പോൾ ഈസ്റ്റേൺ ടൈം നമ്മളത് അവസാനിപ്പിക്കും. ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കും. അതിനു മുമ്പായിട്ട് ഞാൻ നിർത്തും. അവസാനം ആശീർവാദം പറയുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു 3-4 മിനിറ്റ് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞാനും പ്രാർത്ഥിച്ച് നമ്മുടെ ആശീർവാദം പറഞ്ഞ് 12:45 ആകുമ്പോൾ ഈ സെഷൻ അവസാനിപ്പിക്കും. കുഞ്ഞുങ്ങൾ ഞാൻ മുൻകൂട്ടി അങ്ങ് പറയുകയാണ്. സ്തോത്രം. അല്ലേ, നമ്മുടെ ടൈമിംഗ് കൂടി നിങ്ങൾ അറിയണമല്ലോ. നമ്മുടെ അർദ്ധരാത്രിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ടൈമിംഗ് ഒക്കെ പറയുന്നത്. സ്തോത്രം. അപ്പം ഹൃദയത്തിൽ ദൈവവചനം കേൾക്കുമ്പം മൃദുവായ ഹൃദയത്തിൽ കുത്തുകൊള്ളണം. അപ്പോൾ ഫലം കൊടുക്കും. നമ്മൾ ഉത്തമഗീതം 2:2 ഉത്തമഗീതം 2:1 വായിച്ച്. ഉത്തമഗീതം 2:1. ഉത്തമഗീതം 2:1.
വായിക്ക്. പോയോ? എല്ലാവരും പോയോ? ക്ഷീണിച്ചു? പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. താമര പോലെ കന്യകമാരുടെ ഇടയിൽ അതല്ലേ പനനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകും. ശാരോനിലെ പനനീർ പുഷ്പം, താഴ്വരകളിലെ താമരപ്പൂ. രണ്ടാം വാക്യം നമ്മൾ വായിച്ചു. മുള്ളുകളുടെയിൽ താമരപ്പൂവിലെ കന്യകുമാരുടെ ഇരിക്കുന്നു, എൻ്റെ പ്രിയയിരിക്കുന്നു, അല്ലേ? അതെ. അപ്പൊ താഴ്വരയിലെ താമര ജീവിതത്തെ കാണിക്കുകയാണ്. അപ്പം അത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അതായത് സ്തോത്രം, വിശുദ്ധന്മാരുടെയും സ്വഭാവമാണ്. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് മത്തായിയുടെ സുവിശേഷത്തിലാണെന്ന്, അത് 15:29 തോന്നുന്നു. ഞാൻ സൗമ്യതയും താഴ്മയും വായിക്കാൻ 15:29 മത്തായി 15:29 വായിച്ചേ. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റവും എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പൊ താഴ്വര നമ്മൾ വായിച്ചു. ഞാൻ ശാരോനിലെ പനനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂ. താഴ്വരകളെ താഴ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്മയുള്ള ജീവിതം. കർത്താവ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവരാണ്, എന്നോട് പഠിപ്പീൻ. ഓ ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ പോലെ ആയിത്തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും താഴ്മ ഉണ്ടായിരിക്കണം. സ്തോത്രം. അപ്പൊ യേശുവിനെ യഹൂദന്മാർ കുറ്റം ചുമത്തിയപ്പം അവന് പല ന്യായങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ യഹോവ നമ്മളെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി, അല്ലേ? ചുമത്തി. യെശയ്യാ 53:7 വായിക്കുന്നുണ്ട്. ഞാൻ വാക്യം വായിക്കുന്നത് അറിയോ? ഇപ്പം അത് മനസ്സിലായി. ഇപ്പം നമ്മുടെ റോക്കറിൻ്റെ തന്നെ വാക്യം പറയുമ്പോൾ പെട്ടെന്ന് മനപ്പാടം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ വാക്യം എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്കിവിടെ പ്രത്യേകിച്ച് പറഞ്ഞു പോകാം, എൻ്റെ ടൈം അങ്ങ് തീർക്കാം. പക്ഷെ അതല്ലല്ലോ ഇവിടെ. അല്ല, വാക്യം വെരി ഇമ്പോർട്ടൻ്റ്. യെശയ്യാ 53:7 വായിച്ച സൗകര്യം. യെശയ്യാ 53:7 വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. കുറ്റം ചുമത്തിനോട് പല ന്യായങ്ങൾ പറയാനുണ്ട്. ആരെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ താമര ചേറ്റിലാണ് കിടക്കുന്നത്, നിൽക്കുന്നത്, വളരുന്നത്. എങ്കിലും അതിൽ വെണ്മയുള്ള പുഷ്പമാണ് വിടരുന്നത്. അല്ലേ? താമര ചേറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ വായിച്ചല്ലോ. മുള്ളുകളുടെയിൽ താമര പോലെ കന്യകുമാരുടെയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. മണവാട്ടിയായിരിക്കുന്ന സൂസന്മാരെ, ഇവിടെ സൂസമ്മമാരാണ് കൂടുതൽ. സൂസമ്മമാരെ മുള്ളുകളുടെയിൽ താമര പോലെ ഇരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്താണ് താമര? സ്തോത്രം. വെണ്മയുള്ള പുഷ്പം വെള്ള വിശുദ്ധിയെ കാണിക്കുകയാണ്, അല്ലേ? സ്തോത്രം. അതെ, വിശുദ്ധിയെ കാണിക്കുകയാണ്. സ്തോത്രം. മുള്ളുകളുടെയിൽ താമര പോലെ. സ്തോത്രം. അത് താമര ചേറ്റിലാണ്, വെണ്മയുള്ള പുഷ്പമാണ്. പാപത്തിൽ ജീവിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ പാപ വഴികളിലേക്ക് നമ്മെ നയിക്കുവാൻ പലതും നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വേർപെട്ട് വിശുദ്ധരായി കാണപ്പെടുവാൻ ദാനിയേലിനെ പോലെ തന്നെത്താൻ അശുദ്ധനാക്കത്തില്ല എന്ന് തീരുമാനമെടുത്തു. ദാനിയേലും മറ്റുള്ളവരൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവർ രാജാവിൻ്റെ നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണിയും മസാല ദോശയൊക്കെ കൊണ്ട് കൊടുത്തവർ ഞങ്ങൾക്ക് വേണ്ട. രാജാവിൻ്റെ ഭോജനമൊന്നും ഇപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട. മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. തന്നെത്താൻ അത് അവർക്ക് തോന്നി അത് അശുദ്ധനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അശുദ്ധനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേണ്ട. അത് ഹൃദയത്തിൽ നിശ്ചയമുള്ളവരായിരിക്കണം. സ്തോത്രം. അതായത് നമ്മുടെ വേഷം, നമ്മുടെ ആഹാരം, നമ്മുടെ നടപ്പ്, നമ്മുടെ കിടപ്പ്, നമ്മുടെ സംസാരം, നമ്മുടെ കൂട്ടുകാർ, ഇതെല്ലാം നമുക്ക് ഏതെങ്കിലും ഹാനി വരുത്തുന്നുണ്ടോ ആണെങ്കിൽ അത് അശുദ്ധനാക്കത്തില്ല. ദാനിയേലിനെ പോലെ നമ്മുടെ വിശുദ്ധിക്ക്, നമ്മുടെ മനോസാക്ഷിക്ക് കളങ്കം വരുത്തുന്ന യാതൊരു കാര്യങ്ങളിലും ഇടപെടത്തില്ല എന്ന്
ദൈവമക്കൾ ആയിരിക്കുന്ന നമുക്ക് പുതിയ വർഷം തീരുമാനിക്കാം, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേലാണ് നാം പണിയപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ദൈവമക്കൾക്ക് യോഗ്യമല്ലാത്ത സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പോകുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയോ കാണുകയോ ചെയ്യാൻ പാടില്ല. സ്തോത്രം. വസ്ത്രധാരണം യോഗ്യമായിരിക്കണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ആശ്വാസപ്രദമായ വിധത്തിൽ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തതും ആയിരിക്കും. അതെ, സ്തോത്രം. ചേറ്റിൽ നിൽക്കുമ്പോഴും ചേറ്റില കിടക്കുന്നത് നിൽക്കുമ്പോഴും താമരപ്പൂ ആരെയും ആകർഷിക്കുന്നത് പോലെ ദുഷ്ടലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ വിശുദ്ധി അനേക പാപികളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇനി 10 മിനിറ്റുണ്ട്. 5 മിനിറ്റ് കൊണ്ട് 2-3 മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കും. കാര്യം നമുക്ക് നമ്മൾ ടൈം അവസാനിപ്പിക്കണമല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം, സ്തോത്രം, ഒരു വിശുദ്ധൻ്റെ ജീവിതം അനേക പാപികളെ നേർവഴിക്ക് നടത്തും. അപ്പോസ്തലനായ പൗലോസുണ്ട്. പൗലോസിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ അനേക രോഗികൾ അവിടെ വന്നു, യെരുശലേമിൽ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പത്രോസിനത് കിട്ടുന്നില്ല, ഒന്ന് സംസാരിക്കാൻ പോലും ഇടം കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തവർ, പത്രോസ് നടന്നു പോകുമ്പോൾ ആ നിഴലെങ്കിലും ഒന്ന് ടച്ച് ചെയ്യാൻ ഇവർ നിലത്തിരിക്കുക. പത്രോസ് നടന്നു പോകുമ്പം ആ നിഴലെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുമ്പം ഞങ്ങൾ സൗഖ്യം പ്രാപിക്കും. ഇല്ലേ? അപ്പോഴേ ഒരു കാര്യം ചിന്തിക്കണം, പത്രോസിൻ്റെ ജീവിതം അത്ര വിശുദ്ധമായിരുന്നു. അല്ലെ പിന്നെ പത്രോസ് നടന്നു പോകുമ്പം പത്രോസിൻ്റെ നിഴൽ കേൾക്കുമ്പം നിഴലടിക്കുമ്പം ഒരു സുഖം പറയും. സ്തോത്രം. ഹല്ലേലൂയ. അതായത് ദൈവമക്കളൊന്നും കേട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആരും അത് വായിച്ചിട്ട് അവസാനിപ്പിച്ചേക്കാം, സമയം മതി. അപ്പോസ്തലർ 5:15 വായിച്ചത് അത്രയും മനസ്സിലായില്ല. ഇത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞതാണ്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. റോക്കിലെ 5:15 വായിച്ച ആക്സ് 5:15. പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ ഇരുപ്പിന്മേലും കിടക്കുന്നതിലും കിടക്കും. അടുത്ത വാക്യം 16 വാക്യം. യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. കണ്ടോ സൂസൻ, കണ്ടോ? ആ നെതില് വാടിച്ചാൽ മതി സൗഖ്യം പ്രാപിക്കുന്നെന്ന്. മറന്നു പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ നടന്നു പോകുമ്പം ആരെങ്കിലും രോഗികളുടെ സൗഖ്യം പ്രാപിക്കട്ടെ. നമുക്കതിനുവേണ്ടി മുള്ളുകളുടെ താമരയായിട്ട് നമുക്ക് വളരാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈസ്റ്റേൺ ടൈം 12:45 ഞാനിത് അവസാനിപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ടൈറ്റിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, മുള്ളുകളുടെയിൽ താമര. നാം എവിടെ കടന്നു ചെന്നാലും നിങ്ങൾ രോഗിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും നിങ്ങളുടെ നിഴലേറ്റ് ആ രോഗി സൗഖ്യമാകണം. ഏറ്റെടുക്കുക ദൈവമക്കളെ, വിശ്വസിക്കുക ദൈവമക്കളെ. നമ്മൾ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞാലല്ലോ. പത്രോസിനെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ അവർ വരുന്നത്, പക്ഷെ അവർക്ക് പത്രോസിനെ കിട്ടുന്നില്ല. അവർ റോഡിൽ അങ്ങനെ ഇങ്ങനെ കിടക്കുക. പത്രോസ് പോകുമ്പോൾ ആ നിഴലെങ്കിലും ഒന്ന് കിട്ടട്ടെ. കണ്ടോ? അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ദൈവത്തിനെ താഴ്ത്തിയേൽപ്പിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. പുതിയ വർഷം അനുഗ്രഹപ്രദമായി തീരട്ടെ. സ്തോത്രം. ഏറ്റവും ഉന്നതമാവണം. അതെ, മുള്ളുകളുടെ താമരയായിട്ട് ശോഭിച്ച് അത് പ്രകാശമായി മറ്റുള്ളവർ ഭംഗിയായി നമ്മളായിത്തീരുവാൻ നമ്മളെ ഏൽപ്പിക്കാം. ദൈവമായ നമ്മൾ ഓരോരുത്തരെയും യുവജനത്തെ അനുഗ്രഹിക്കേണ്ട. വായിച്ചു തന്ന ദൈവമക്കൾ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തതുമില്ല. സഭയുടെ സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിനും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറയാൻ സംഗതി വരരുത്. അതെ, സദൃശവാക്യം 5:11-14 വരെ വായിച്ചത്. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അയ്യോ ഞാൻ പ്രബോധനം വെറുത്തു,
എൻ്റെ ഹൃദയം ശാസനയെ നിരസിച്ചു. എൻ്റെ ഉപദേശകന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിൻ്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറയാൻ സംഗതി വരരുത്. സംഗതി വരരുത്. ആമേൻ. ദൈവമക്കളെ, ഹല്ലേലൂയ. അങ്ങനെ പറയാൻ നമുക്കിടയാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം. അതൊന്നും വായിച്ച സഹോദരി, ഇപ്പം വായിച്ച സഹോദരി വാക്യം തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ദൈവവചനത്തിൽ തന്നെ ലൂക്കോസ് 8:18 എന്ന് വായിച്ച്. ലൂക്കോസ് 8:18 എന്ന് വായിച്ച്. ലൂക്കോസ് 8:18. ലൂക്കോസ് 8:18. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളു. ഉള്ളവന് ചുറ്റും ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. അപ്പോഴേ ഇപ്പൊ ഈ വാക്യമൊക്കെ വായിച്ചല്ലോ, കേട്ടല്ലോ. ആകെ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ വർഷാവസാനം പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എങ്ങനെ കേട്ടു, എങ്ങനെ എന്നെ അംഗീകരിച്ചു, എങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. കർത്താവ് പറയാണ്, സൂക്ഷിച്ചുകൊള്ളുവീൻ. ആമേൻ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക്